അതെ ഗൈസ്, അവെഞ്ചേഴ്സ് ഡൂംസ്ഡേയും അങ്ങനെ ലീക്കായിരിക്കുകയാണ്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് മൊത്തം പടത്തിൻ്റെ അൺകട്ട് വെർഷൻ തന്നെ ലീക്കായി, ഓൺലൈനിൽ ലീക്കായെന്ന് പറഞ്ഞിട്ട് അതും ആ ഹാക്കറും തമ്മിലുള്ള ആ നെഗോസിയേഷനും സോണിയും മാർവലൊക്കെ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി അതിൻ്റെ സെക്കൻഡ് ട്രെയിലർ HD വെർഷനിൽ തന്നെ ഇപ്പോൾ ലീക്കായിട്ട് ഓൺലൈനിൽ അവൈലബിളുമാണ്. നിങ്ങൾ തന്നെ ചിലപ്പോൾ ട്വിറ്ററിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പടം തന്നെ ഇപ്പോൾ ലീക്കായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ കയ്യിൽ അവെഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ചില സീൻസുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ലീക്ക് ചെയ്തവന്മാർ എന്തായാലും അതും ലീക്ക് ചെയ്യല്ലോ എന്ന്. അങ്ങനെ അവന്മാർ അതും ലീക്ക് ചെയ്തു. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് അതിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള രീതിക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഹൈ മൊമെൻറ്റ്സ് മാത്രമേ പറയത്തുള്ളൂ. ഒരു സ്പോയിലറും ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഞാൻ സ്പോയിലറിലായിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഞാൻ അതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. സോ ആ സ്പോയിലറായിട്ട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കാണാൻ, അതൊക്കെ പടത്തിൽ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ വെച്ച് ഈ വീഡിയോ കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആക്ച്വലി ഈ സോണിക്ക് മാറലിൽ എന്താ പറ്റിയെന്ന് അറിയില്ല. കാരണം ഇത്രയും വലിയ ഡിസ്നിയുടെ അണ്ടറിലുള്ള ഇവർക്ക് അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പടം തന്നെ ഇപ്പോൾ മൊത്തം ലീക്കായി എന്ന് പറയുന്നത്. ഇപ്പോൾ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ടുള്ള അവെഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മെയിൻ ആയിട്ടുള്ളൊരു സീനാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത് തന്നെ. അതായത് ആ ലീക്കായിരിക്കുന്ന സംഭവം ഓൾമോസ്റ്റ് 1 മിനിറ്റ് എങ്ങാനേ ഉള്ളൂ ലെങ്ത്ത്. പക്ഷേ ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല അത് അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലർ ചെയ്തിട്ടാണ്. പക്ഷേ ബ്ലർ ചെയ്തിട്ടാണെങ്കിലും അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. പണ്ട് ഒരുപാട് നമ്മുടെ മാർവൽ എൻഡ് ഗെയിമിന് ശേഷം ഒരുപാട് പടത്തിന് ഇവർ ഹൈപ്പ് കയറ്റിക്കൊണ്ടിരുന്നത് ഒരുപാട് ക്യാമിയോസ് വരുന്നൊക്കെ ക്യാമിയോസൊക്കെ വരുന്നു പറഞ്ഞിട്ടാണ്. മൾട്ടിവേഴ്സ് ഓഫ് മാഡേഴ്സിനും അത് തന്നെയാണ് പറ്റിയിട്ടുള്ളത്. അതായത് നമ്മുടെ സുപ്പീരിയർ അയൺമാൻ വരും, ഇന്ന ക്യാരക്ടർ വരും, ആ ക്യാരക്ടർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓവർ എക്സ്പെക്ടേഷൻസും ക്യാമിയോസൊക്കെ വരുന്നു വിചാരിച്ചിട്ടാണ് നമുക്ക് ആ ഓവർ എക്സ്പെക്ടേഷൻ കാരണമാണ് അതൊന്നും അത്ര തൃപ്തികരമല്ലാതെ പോയത്. പക്ഷേ അങ്ങനെ ഓവർ ക്യാമിയോസ് ഒന്നും വേണ്ട. ഉള്ള ക്യാരക്ടേഴ്സിനെ നല്ല വൃത്തിക്ക് വെടുപ്പായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി ഇങ്ങനെ രോമൊക്കെ എണീറ്റ് നിൽക്കാമെന്ന് ഈ ലീക്കായിട്ടുള്ള ഈ സംഭവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് കുറച്ച് പേർക്കെങ്കിലും എവിടേക്കോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇതുവരെ വന്നിട്ടുള്ള മാർവലിൻ്റെ ചില പടങ്ങൾ പോലെ ഈ ഡൂംസ്ഡേയും അവിടെയും ഇവിടെയും ചിലപ്പോൾ പാളിപ്പോകുന്നു. പക്ഷേ ഈ ഒരൊറ്റ സീനോടെ മാർവൽ ആ ഡൂംസ്ഡേയുടെ ഹൈപ്പ് എവിടെയോ എത്തി. കാരണം ആ പീക്ക് ലെവലിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ലീക്കൊക്കെ സത്യമാണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലീക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ അക്കൗണ്ട് ഇപ്പോൾ കാണുവാനേ ഇല്ല. അതായത് ടേക്ക് ഡൗൺ ചെയ്ത് മാത്രമല്ല അതിന് ലീഗൽ ആക്ഷൻസൊക്കെ പോകുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ സംഭവം മാത്രമല്ല ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ അപ്ലോഡ് ചെയ്തിട്ടുള്ളവൻ്റെ ഇന്ന് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് സർക്കുലേറ്റ് ആയി ഇങ്ങനെ പൊക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് എത്രത്തോളം ഇവർ സ്ട്രൈക്ക് കൊടുത്ത് പോക്കിയാലും ഇങ്ങനെ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് നമുക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. അതായത് RDJനെ തിരിച്ചു കൊണ്ടുവരാനും പിന്നെ റൂസോ ബ്രദേഴ്സ് തിരിച്ചു വരാനൊക്കെ കാരണമായിട്ട് അവെഞ്ചേഴ്സ് ഡൂംസ്ഡേ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റല്ല എന്ന് ഏതാണ്ട് ഏറെക്കുറെ കൺഫേം ആയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സ്പോയിലർ അലേർട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇനി ആ സീനിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. വീണ്ടും പറയാണ്, സ്പോയിലർ അലേർട്ട്. ആക്ച്വലി ഇത് അത്യാവശ്യം ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത രീതിക്ക് ഭയങ്കര പിക്സൽ ലോ ഒക്കെ ആയിട്ടാണ് ലീക്ക് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, ലീക്ക് ചെയ്യുന്നവന്മാർ ഹൈ ക്വാളിറ്റിയിലൊന്നും ലീക്ക് ചെയ്യില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ലീക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമുക്ക് മനസ്സിലാവും. അവെഞ്ചേഴ്സ് 1 നമ്മൾ ഒരു ഐക്കോണിക് സീൻ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഹൾക്കും അയൺമാനൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ അവെഞ്ചേഴ്സ് മൊത്തം അസംബിൾ ആവുന്ന പോലെ ഒരു ഐക്കോണിക് സീന്. അതേപോലെ ഒരു സംഭവമാണ് ഇവരിവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അതായത് മൊത്തത്തിൽ ഒരു ഫൈറ്റൊക്കെ നടന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സീനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തായാലും പടത്തിൻ്റെ ക്ലൈമാക്സും അല്ല, പടത്തിൻ്റെ ഒരു എൻഡിലേക്ക് അടങ്ങുന്ന ഒരു പോർഷനും അല്ല. ചിലപ്പോൾ ഒരു മിഡ് ക്രെഡിറ്റ് പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തിലേക്കുള്ളൊരു ഭാഗം ആയിരിക്കണം ചിലപ്പോൾ ഇത്. ഇനി ആ സീനിൽ എന്താണ് ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇടിഞ്ഞ് തകർന്നിട്ടുള്ള പോലത്തെ ഒരു സ്ഥലം. അതായത് നമ്മുടെ ഈ ഡൂംസ്ഡേയുടെ എക്സ്മെൻസിനെ ബേസ് ചെയ്തിട്ടൊരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ സൈക്ലോപ്സ് മൊത്തം ഇടിഞ്ഞ് തകർന്നിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് പുള്ളിയുടെ മൊത്തം ഒപ്റ്റിക് ബ്ലാസ്റ്റ് റിലീസ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മുടെ സെൻറ്റിനൽസിൻ്റെ കാലും കൈയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആ ഒരു സംഭവത്തിലായിരിക്കണം ഈ ഒരു സീക്വൻസ് നടക്കുന്നത്. ഇതിൽ നമ്മുടെ ഡൂമിൻ്റെ ഫസ്റ്റ് ലുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ റിവീൽ ആയിട്ടുണ്ട്. അതായത് ഡൂം എന്തോ ഒരു താഴത്ത് പുള്ളിയുടെ കൈ വെച്ച് അടിക്കുമ്പോൾ ആ താഴെ നിന്നൊക്കെ എന്തോ വലിയ സാധനങ്ങൾ പൊങ്ങി വരുന്ന പോലെ ആ മൊത്തം ഇടിഞ്ഞ് നടക്കുന്നിട്ടുള്ള അവിടെ ഓൾറെഡി എന്തായാലും ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടാവണം. ചിലപ്പോൾ നമ്മുടെ അവെഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ എന്നുള്ള ആ ഫൈറ്റ് ആയിരിക്കണം നടന്നിട്ടുണ്ടാവേണ്ടത്. അതിന് ശേഷിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡൂം എൻട്രി ആവുന്നത്. ഇവരൊക്കെ ഒന്ന് ചേർന്നിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യുന്ന നോക്കുമോ. അങ്ങനെ നമ്മുടെ ഡൂം കൈവച്ചതും അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പൊങ്ങി വരികയാണ്. വേറെ ഒന്നുമല്ല, സെൻറ്റിനൽ റോബോട്ട്സ്. അതായത് ആ സെൻറ്റിനൽ റോബോട്ട്സിനെ നമ്മുടെ ഡോക്ടർ ഡൂം എന്നെ കൺട്രോൾ എടുക്കുന്ന പോലെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്.
അങ്ങനെ ഓൾറെഡി അവിടെ നമ്മുടെ ഹീറോസൊക്കെ അടികൊണ്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ തോറ് ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. വേറെ ആരെയല്ല, നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ. ആക്ച്വലി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതായത് പ്ലോട്ടിൽ ഇതിൻ്റെ പ്ലോട്ടിലേക്കൊക്കെ ഓൾറെഡി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. അതായത് പുള്ളി ആ ടൈം ട്രാവൽ ചെയ്തിട്ട് ആ പാസ്റ്റിലേക്കൊക്കെ പോയതൊക്കെ കാരണമാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഇപ്പോൾ ഡൂംസ്ഡേയിൽ ഡൂമൊക്കെ വരേണ്ട അവസ്ഥ തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ പുള്ളിനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോർ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പിന്നെ വേറെയും കുറച്ച് ലീക്സ് ഉണ്ടായിരുന്നു. അതായത് ഓൾറെഡി തന്നെ അതായത് നമ്മുടെ തോറും ഈ സ്റ്റീവ് റോജേഴ്സും കൂടി ചേർന്നിട്ട് ടി വിയെ കണ്ടുപിടിച്ചിട്ട് അവിടെ കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിനൊക്കെ മുമ്പ് നടക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്. അങ്ങനെ ഡൂം കൺട്രോൾ ചെയ്തിട്ട് പൊങ്ങി വരുന്ന ആ സെൻറ്റിനൽസിനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ ഹീറോസൊക്കെ വിളിച്ച് നിൽക്കുകയാണ്. അതായത് യെലീന വലയ്ക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവാത്തുള്ളൊരു ഒരു രീതിക്കാണ് പുള്ളിക്കാരത്തി നിൽക്കുന്നത്. കാരണം സുബോസൊന്നും ഇല്ലാണ്ട് ഇതുങ്ങൾട്ടൊക്കെ നേരത്തെ എന്നാ ഉണ്ടാക്കാൻ പോകാനാ. ആ ഒരു ടൈമിലാണ് നമ്മുടെ ആ മൊത്തം ഹീറോസും അവിടെ അസംബിൾ ആവുന്നത്. അതായത് അവഞ്ചേഴ്സ് മാത്രമല്ല, അവരുടെ കൂടെ നമ്മുടെ എക്സ്മെൻസും അസംബിൾ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗാംബിറ്റ്, അതായത് ഗാംബിറ്റ് ഇതിൽ വരുന്നുണ്ട്, തിരിച്ചു വരുന്നു ഗൈസ്. ഇതിൽ നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ കണ്ടിട്ടുള്ള ഒരു ഗാംബിറ്റിനെ കണ്ടിട്ടുണ്ടാവും. അതേ വെർഷൻ ഓഫ് ഗാംബിറ്റിനെ തന്നെ ആയിരിക്കുമോ ഇതിൽ കാണിക്കാമെന്നറിയില്ല. ചിലപ്പോൾ എന്തായാലും ആ പുള്ളിയുടെ രൂപമുള്ള ഗാംബിറ്റിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു വെർഷൻ തന്നെ ആയിരിക്കുമോ എന്നറിയില്ല. മിക്കവാറും അതായിരിക്കും. കാരണം അതിൻ്റെ ഒരു എൻ ക്രെഡിറ്റിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോലെ ഒരു ഓപ്പണിങ്, ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു ഗാംബിറ്റിനെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആ ഗാംബിറ്റ്, എക്സ്മെനിലെ മിസ്റ്റീക്ക്, നമ്മുടെ നൈറ്റ് ക്രോളർ, സൈക്ലോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുകയാണ്. പിന്നെ വേറൊരു വെള്ള സൂട്ടിലുള്ള ആരൊക്കെ ഉണ്ട്, അത് ആരാന്നൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അതേസമയം അവരുടെ കൂടെ തന്നെ നിൽക്കുന്ന നമ്മുടെ അവഞ്ചേഴ്സ് വേറെ ആരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, പിന്നെ നമ്മുടെ ഷാങ്ചി, യെലന ബെല, തോറ്, സ്റ്റീവ് റോജേഴ്സ്, ഇവരെ പോലുള്ള കുറച്ച് ക്യാരക്ടേഴ്സും. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം പാസ്റ്റിൽ പോയി പുള്ളിയുടെ ലൈഫ് ജീവിച്ച് വയസ്സായിട്ട് വന്നിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കയാണ് പുള്ളിയുടെ ഷീൽഡ് നമ്മുടെ സാം വിൽസന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് അതിന് മുമ്പേ വന്നിട്ടുള്ള നമ്മുടെ സ്റ്റീവ് റോജേഴ്സാണ്. സോ ആ ടൈമിലുള്ള പുള്ളി ഈ ഷീൽഡ് പുള്ളീനെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവേണ്ടതായിരിക്കില്ല. ചിലപ്പോൾ വന്നപ്പോൾ അത് സാമിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ തന്നെയാണ് അതുള്ളത്. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള സാം വിൽസൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ഷീൽഡ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അവിടെ ഒരു വെപ്പണും ഇല്ലാതെയായിരിക്കും ഫൈറ്റ് ചെയ്യുന്നതെന്ന്. അല്ല, നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അവിടെ മിയോൾണർ എടുത്തിട്ടാണ് നിൽക്കുന്നത്. തോറിൻ്റെ കയ്യിലാണല്ലോ സ്ട്രോം ബ്രേക്കറും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, കാരണം ചിലപ്പോൾ പാസ്റ്റിലേക്ക് പോയിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഓൾറെഡി എൻ ഗെയിമിൽ ആ മിയോൾണറും കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ തിരിച്ചു വന്ന പുള്ളി ആ ഒരു മിയോൾണറും കൊണ്ട് തന്നെയായിരിക്കും തിരിച്ചു വന്നിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ എന്തായാലും ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ മിയോളർ എന്തായാലും ഉണ്ട്. കാരണം അത് നമ്മുടെ ലവിൻ്റെ കയ്യിൽ, അതായത് ഇപ്പോൾ നമ്മുടെ തോറിൻ്റെ കയ്യിലായിരിക്കും ലവ് ആൻഡ് തണ്ടറിലുള്ള പോലെ കാണിച്ചിട്ടുണ്ടാവുക. അതായത് ആ പാർട്ടൊക്കെ ഒട്ടിച്ചിട്ടുള്ള പോലെ ആ സംഭവം പുള്ളി ഇപ്പോഴും ഉണ്ട്. അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഈ സാധനം മൊത്തം ബ്ലറാണ്. അതുകൊണ്ട് ആ മിയോളർ പൊട്ടിയതാണോ പൊട്ടാത്താണോ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ആ സെൻറ്റിനൽസ് അവിടെ പൊങ്ങി വരുമ്പോൾ അതുങ്ങൾക്ക് നേരെ ചുറ്റും നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സ് 1 കാണിച്ചിട്ടുള്ള പോലെ ഒരു റൗണ്ട് അപ്പ് സീന്, അതായത് ഈ മൊത്തം ഹീറോസിനെയും കാണിച്ചിട്ടുള്ള പോലെ ഒരു സീന്. അങ്ങനെ ആ സെൻറ്റിനൽസ് അതിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു ഹീറ്റ് ബ്ലാസ്റ്റ് പോലത്തെ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൈക്ലോപ്സ് അത് ഒറ്റയ്ക്ക് പുള്ളിയുടെ ആ ഒപ്റ്റിക് ബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആ ബ്ലാസ്റ്റൊക്കെ കാരണം നമ്മുടെ ഹീറോസൊക്കെ തെറിച്ച് പോവാണ്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കൊക്കെ പറന്ന് പോവാണ് ആ അടിക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ലീക്കായിരിക്കുന്ന ആ ഒരു 1 മിനിറ്റ് ഫുട്ടേജിൽ കാണിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൂസ് ബം മൊമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതായത് പറയുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ കോരി തിരിക്കുന്നുണ്ട്. ഇനി ഏതവനാണ് ഇതൊക്കെ ലീക്കാക്കുന്നതെന്ന് തമ്പുരാൻ അറിയാം. കാരണം മൊത്തം പടം തന്നെ ലീക്കാക്കിയിട്ടുള്ള അവന്മാർ തന്നെയാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഡൂംസ്ഡേയുടെ കുറേ ലീക്സും സംഭവങ്ങൾ സീനുകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന്. അവന്മാർ അതും ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി എന്തൊക്കെ വരും ദൈവത്തിനറിയാം. കാരണം അടുത്ത് ഇനിയും ചിലപ്പോൾ സീനുകൾ ഉണ്ടാവുമായിരിക്കും അവരുടെ കയ്യിൽ. അതൊക്കെ ലീക്കായി കഴിഞ്ഞാൽ, കാരണം ഇത് തന്നെ ഒരു മേജർ സംഭവമാണ്. കാരണം പടത്തിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കത്തത്തില്ലെങ്കിലും ചിലപ്പോൾ ഇത് ട്രെയിലറിലൊക്കെ ഓൾറെഡി സിനിമ അക്കൗണ്ടിൽ തന്നെ ഇതിൻ്റെ ട്രെയിലർ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലും കുറച്ച് സീൻസുകളൊക്കെ ഈ ഡൂംസ്ഡേ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ സീനൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോഴും VFX വർക്കൊന്നും ഫുള്ളി കംപ്ലീറ്റഡ് ആവാത്ത വെർഷനാണ്. അത് ഇപ്പോഴും കംപ്ലീറ്റഡ് ആവാത്ത വെർഷനിലാണ് ഈ സാധനം തന്നെ ലീക്കായിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം എനിക്കും അത് ആദ്യം കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം ഇപ്പോൾ ഈ ഡൂംസ്ഡേ ലീക്ക് എന്ന് പറഞ്ഞ് നമുക്ക് യൂട്യൂബിൽ തന്നെ അടിച്ചാൽ മതി, ഇഷ്ടം പോലെ AI ക്രിയേറ്റഡ് ആയിട്ട് ഇതേപോലെ ലീക്കായത് പോലുള്ള വീഡിയോസ് തന്നെ നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും. സോ അതുപോലെ ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് ഇൻസൈഡേഴ്സ് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അതായത് കൃത്യം ഡിസ്ക്രിപ്ഷൻ അടക്കം ആ സീനിൽ എന്താണ് കാണിച്ചിരിക്കുന്നതെന്നും മാത്രമല്ല ആ മൊത്തം സീന് ലീക്കായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഫസ്റ്റ് ഇത് ഏത് എക്സ് അക്കൗണ്ടിൽ നിന്നാണോ പോസ്റ്റ് ആയിട്ടുള്ളത് ആ അക്കൗണ്ട് പോലും ഇപ്പോൾ കാണാനില്ല. അതായത് ടോട്ടലി അത് അടിച്ചു പോയി. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ, ഇത്രയും വലിയൊരു പടത്തിൻ്റെ സംഭവമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അടിച്ചു പോകുമല്ലോ, അടിച്ചു പൊക്കി കളയുമല്ലോ എന്തായാലും.
എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഡൂംസ്ഡേ എന്തോ വലുത് വരാനുണ്ടെന്ന്. കാരണം ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. കണ്ടിട്ട് ഇത് പടത്തിൻ്റെ എൻഡിങ് പോലും അല്ല, ജസ്റ്റ് പടത്തിൻ്റെ ഒരു ഇൻ്റർവെൽ ആ ഒരു പോർഷനിൽ എത്തുന്ന പോലത്തുള്ള ഒരു ഫൈറ്റ് മാത്രമാണിത്. അപ്പോഴേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ആണെങ്കിൽ ഈ പടത്തിൻ്റെ എൻഡൊക്കെ എന്തായിരിക്കും? അതായത് ഡൂമിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ലീക്കായിരിക്കുന്നത് ട്രെയിലർ പോലും അല്ല, മൂവിയുടെ തന്നെ ഒരു മെയിൻ സീക്വൻസ് ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ പടത്തിൻ്റെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും ഷൂട്ടിങ്ങും റീഷൂട്ട്സും ഒക്കെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. VFX വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഡൂംസ്ഡേയുടെ ഇപ്പോഴും ഷൂട്ട്സും റീഷൂട്ട്സും ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവന്മാർ ഇത്രയും വലിയൊരു സാധനം തന്നെ ലീക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇവന്മാർക്ക് ആ മാർവലിലേക്ക് എത്രത്തോളം വലിയൊരു ആക്സസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ആണെങ്കിലല്ലേ ഇവന്മാർക്ക് ഇത്രയും വലിയ സാധനങ്ങൾ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഇവന്മാരുടെ കയ്യിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. ഇനിയും വലിയ വലിയ സാധനങ്ങൾ വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ വന്ന് ഇപ്പം മൊത്തം പടം നമ്മൾ യൂട്യൂബിൽ തന്നെ കാണാം, അല്ലെങ്കിൽ എക്സിൽ തന്നെ കാണേണ്ടി വരുമോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. എന്തായാലും അടുത്ത മാസം അടുത്ത മാസം കണ്ടും നമ്മുടെ കോമിക്കോൺ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ കോമിക്കോണിൽ ഓൾറെഡി സിനിമ കോണിൽ ഇട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു ഡൂംസ്ഡേയുടെ ട്രെയിലർ എങ്കിലും നമുക്ക് ചിലപ്പോൾ ആ കോമിക്കോണിൽ ഒഫീഷ്യലി എല്ലാവർക്കുമായിട്ട് റിലീസ് ആവും നമുക്ക് വിചാരിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ലീക്കുകൾ മൂലം നമ്മൾ ഓരോന്നൊക്കെ അറിയേണ്ടി വരും. ഇനിയും മൊത്തം പടം ലീക്കാവോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.